LCHF എന്നുള്ളൊരു ഭക്ഷണ രീതിയാണ്, ഒരു ഡയറ്റാണ്. ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റ് എന്നതിന് പറയാം. എന്നാൽ അന്നജങ്ങൾ കുറച്ചിട്ട് കൊഴുപ്പ് കൂടുതൽ കഴിക്കുന്നൊരു ഭക്ഷണ രീതി, ഇതാണ് അതിൻ്റെ ചുരുക്കം. അപ്പോൾ അത് ഇന്ന് ലോകം മുഴുവൻ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. എന്നാൽ ഒരു 40 കൊല്ലം മുമ്പ് നമുക്ക് കിട്ടിയൊരു ഗൈഡ് ലൈൻ ഉണ്ട്, ഡയറ്ററി ഗൈഡ് ലൈൻ. കൊഴുപ്പ് ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക, കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കാന്നില്ല. ഈ 40 കൊല്ലം കൊണ്ടാണ് ലോകത്ത് ഈ രോഗങ്ങളൊക്കെ എത്ര 10-15 ഇരട്ടി വർദ്ധിച്ചത്. പ്രമേഹം, ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ, കിഡ്നി രോഗങ്ങൾ, സ്ട്രോക്ക്, അൾഷൈമേഴ്സ്, ഇങ്ങനെ മരുന്നുകൊണ്ടും ചികിത്സ കൊണ്ടൊന്നും ഭേദപ്പെടാത്ത ജീവിതം മുഴുവൻ കൊണ്ടുനടക്കേണ്ട കുറേ രോഗങ്ങളുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ ആ കാരണം കൊണ്ടൊക്കെ മരിച്ചുകയും ചെയ്യും. നമ്മൾ മരുന്ന് കഴിച്ചാലും വേറെ സർജറി കൊണ്ടും ഒന്നുകൊണ്ടും പൂർണ്ണമായിട്ട് ആർക്കും സുഖപ്പെടുന്നില്ല ഈ രോഗങ്ങളൊന്നും. അപ്പോൾ അത്തരം ഒരു അവസ്ഥ ലോകത്ത് വരാൻ കാരണം ഈ ഡയറ്ററി ഗൈഡ് ലൈനിലെ ഭക്ഷണ രീതികളെ കുറിച്ചുള്ള ഈ നിർദ്ദേശങ്ങളിൽ വന്ന തകരാറാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെപ്പറ്റി കുറേ പഠനങ്ങൾ നടത്തിയ കുറേ ഡോക്ടർമാരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതിപ്പം പല രാജ്യങ്ങളിലും അത് വളരെ വ്യാപകമായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. മിക്കവാറും ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും അത് ആൾക്കാർ അതിലേക്ക് വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ആ രീതിനെ കുറിച്ച്, ആ ഡയറ്ററി LCHF ഇതിനെ കുറിച്ച് കേരളത്തിലെ ആൾക്കാർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. ഈ ഡയറ്റ് നല്ല ആരോഗ്യമുള്ള ആൾക്കാർക്കും വളരെ ഉത്തമമാണ്. അവർക്ക് എനർജി ലെവൽ കൂടാനും സ്റ്റാമിന കൂടാനൊക്കെ നല്ലതാണ്. ഒരു രോഗമില്ലെങ്കിലും ഈ ഡയറ്റ് തന്നെയാണ് ഏറ്റവും നല്ല മനുഷ്യന്. ഫാറ്റും പ്രോട്ടീനും ഒക്കെ തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളത്. കാർബോഹൈഡ്രേറ്റ് അത്ര അധികമൊന്നും വേണ്ട നമുക്ക്. കാർബോഹൈഡ്രേറ്റ് കഴിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ആവശ്യത്തിനുള്ള ഊർജ്ജമൊക്കെ ഫാറ്റിൽ നിന്നൊക്കെ കിട്ടും. അതുകൊണ്ട് ശരിക്കും അത് എല്ലാവരും ഒഴിവാക്കുക തന്നെയാണ് നല്ലത്. മാത്രമല്ല നിങ്ങളെ വൈഫിന് ഭാരം കൂടുതലുള്ളതുകൊണ്ട് എന്തായാലും ഉപകാരപ്പെടും. ഭാരമൊക്കെ നോർമൽക്ക് വരും. ആരോഗ്യകരമായ ഒരു വെയിറ്റിലേക്ക് കുറഞ്ഞു വരും. വയറൊക്കെ ചുരുങ്ങി വരും. പിന്നെ മൊത്തത്തിലുള്ള എന്തെങ്കിലും പറയാം, ഒരു ഏജിങ്ങിൻ്റേതായിട്ടുള്ള തകരാറുകളൊക്കെ കുറഞ്ഞു വരും, നോർമലാവും. കുറേം കൂടി ഒരു എന്തെങ്കിലും പറയാം, ഒരു യൗവനത്തിലേക്ക് തിരിച്ചു പോകും. അതേപോലെ അലർജി രോഗങ്ങൾക്കൊക്കെ വളരെ ഉത്തമമാണ്. നീർക്കെട്ടുകൾക്കൊക്കെ നല്ലതാണ്. വേദനയും കടച്ചിലൊക്കെ മാറും. എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ഡയറ്റാണത്. എല്ലാവർക്കും സ്വീകരിക്കാവുന്നതാണ്. ഡയറ്റിൽ എന്തൊക്കെ കഴിക്കാൻ പാടുണ്ട്, എന്തൊക്കെ പാടില്ല എന്നൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ഒരു രീതിയിൽ അങ്ങ് ചെയ്താൽ മതി. വേറൊന്നും ചെയ്യണ്ട. ഷുഗറൊക്കെ കുറഞ്ഞു വന്നോളൂ, കുഴപ്പമൊന്നുമില്ല. കറക്റ്റായിട്ട് ചെയ്യണം. ധാന്യങ്ങൾ, കിഴങ്ങുകൾ, പഞ്ചസാര, പഴങ്ങൾ 4 ഒഴിവാക്കണം. കടലവർഗ്ഗങ്ങളും പയറുവർഗ്ഗങ്ങളും ഒഴിവാക്കണം. ധാരാളം ബട്ടർ, വെളിച്ചെണ്ണ, ഒലിവ് ഓയിൽ, ബീഫ്, മട്ടൺ, മീൻ, മുട്ട, പച്ചക്കറികൾ ഇതൊക്കെ കഴിക്കണം. നട്ട്സൊക്കെ കഴിക്കണം. ആ രീതിയിൽ ഭക്ഷണം മാറ്റണം. ഒരു ദിവസത്തിലൊരു 2 പ്രാവശ്യമൊക്കെ ബട്ടർ കോഫി കുടിക്കുക, രാവിലെയും വൈകുന്നേരം. 25 ഗ്രാം ബട്ടർ ഇട്ടിട്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ബദാമോ ആക്രോട്ടോ എന്തെങ്കിലുമോ കഴിക്കുക, ഒരു 10 ഒക്കെ. ഉച്ചയ്ക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം, ബീഫോ മട്ടണോ മീനോ മുട്ട എന്തെങ്കിലും ഒന്ന് കഴിക്കാം. ഒരു 200-250 ഗ്രാം വരെ ഒരു ദിവസം കഴിക്കാം. ഇറച്ചി മീനും എല്ലാം കൂടി കൂടരുത്. അതേമാതിരി സലാഡുകൾ കഴിക്കാം, പച്ചക്കറികളൊക്കെ, അല്ലെങ്കിൽ പച്ചക്കറി വേവിച്ച് കഴിക്കുക, അങ്ങനെയൊക്കെ കഴിക്കാം. ധാരാളം വെള്ളം കുടിക്കരുത്. 4 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കണം. 2-3 ഗ്ലാസ് നാരങ്ങ വെള്ളത്തിൽ ഉപ്പിട്ട് കുടിക്കും വേണം അതിൻ്റെ കൂടെ. ചോളം, ബാർലി, ഓട്സ്, റാഗി, ഇതൊക്കെ ധാന്യങ്ങൾ. അതിലൊക്കെ ഉള്ളത് കാർബോഹൈഡ്രേറ്റാണ്. അതൊന്നും കഴിക്കാൻ പറ്റില്ല. റവ ഗോതമ്പ് തന്നെയാണ്, ധാന്യം തന്നെയാണ്. ഗോതമ്പിൻ്റെ അരിൻ്റെ ഒക്കെ കേട് അതിനുണ്ട്. ഗോതമ്പിൻ്റെ അരിൻ്റെയും ഓട്സിൻ്റെ ഒന്നും ഒരു സാധനം ഉപയോഗിക്കരുത്. എന്താ വെച്ചാലും കാർബോഹൈഡ്രേറ്റ് കൂടും, ഗ്ലൂക്കോസ് കൂടും. നമ്മുടെ ഡയറ്റിൽ അങ്ങനത്തെ സപ്ലിമെന്റ്സിനൊന്നും യാതൊരു പ്രസക്തിയില്ല. കഴിയുന്ന അതൊക്കെ ഒഴിവാക്കുക. വൈറ്റമിൻ സപ്ലിമെന്റ്സ്, സ്പൈറലിൻ, ആഗാനോഡാമ, അങ്ങനെ പ്രത്യേകിച്ചൊന്നും കഴിക്കാതിരിക്കുന്നതല്ല. ഡയറ്റ് തന്നെ ധാരാളം ഉണ്ട്. നമ്മളെ ഈ കൊഴുപ്പ്, ബട്ടറും ബീഫൊക്കെ കഴിച്ചാൽ തന്നെ നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ ജീവകങ്ങളും കിട്ടും. വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12 ഇതൊക്കെ ഏറ്റവും കൂടുതലുള്ള ബീഫിലൊക്കെയാണ്, ബട്ടറിലൊക്കെയാണ്. മറ്റു ഭാഗത്തേക്കൊന്നും അധികം പോകാതിരിക്കുക. നമുക്ക് അറിയാത്ത സാധനങ്ങൾ കഴിക്കാതിരിക്കുക. നാച്ചുറലായിട്ട് നമുക്ക് പരിചയമുള്ള സംഗതികൾ കഴിക്കുക. ബീഫും മട്ടണും ബട്ടറൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അതിന് പരിചയമുള്ള സാധനങ്ങളോ, അത് മാത്രം കഴിക്കുക. അറിയാത്ത സാധനങ്ങളൊന്നും ഒഴിഞ്ഞു വെക്കുക. അതാണ് ഏറ്റവും സേഫ്. ഈ കാബൂളിക്കടൻ്റെ കാര്യം എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എൻ്റെ ബുക്ക് വായിച്ചവർക്കായിരിക്കും സംശയം. കാരണം അതിനകത്ത് ഞാൻ അങ്ങനെ ഒരു വാചകമുണ്ട്, കാബൂളിക്കടല കഴിക്കാമെന്നും പറഞ്ഞിട്ട്. അത് ഞാൻ കഴിച്ചിരുന്ന സാധനമാണ്. എനിക്ക് അതുകൊണ്ട് ഷുഗർ കൂടിയിരുന്നില്ല. പക്ഷേ അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് പല രീതിയിലാണ് ഗൂഗിളിൽ കാണുന്നത്. ചിലയിൽ കൂടുതലായിട്ടും ചിലയിൽ കുറവായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സേഫ്റ്റി എന്നുള്ള നിലക്കത് കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. പൊതുവെ കടലകളും പയറുവർഗ്ഗങ്ങളൊക്കെ ഗ്ലൂക്കോസ് കൂടുതലുള്ളതാണ്, കാർബോഹൈഡ്രേറ്റ് കൂടുതലുണ്ട്. അപ്പം പലർക്കും കടല കഴിച്ചിട്ട് ഗ്ലൂക്കോസ് കൂടുന്നതായിട്ടും പറയുന്നുണ്ട്. ഞാനും ഏകദേശം ഇതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ കടല പതിയെ ഉപയോഗിക്കാറുമില്ല.
എന്തായാലും വല്ലപ്പോഴൊക്കെ ഉപ്പേരിയായിട്ട് ഒന്നോ രണ്ടോ സ്പൂണ് കഴിക്കാന്നില്ലയിൽ അപ്പുറം അതൊരു ഭക്ഷണമായിട്ട് കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് സുരക്ഷിതം. നിലക്കടല ചെറിയ അളവിലൊക്കെ കഴിക്കുക, കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല, ഗ്ലൂക്കോസ് കൂടുതലുള്ള സാധനമാണ്. നട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ബദാം, അതേമാതിരി ആക്രോട്ട്, മെക്കാഡമിയ, ബ്രസീൽ നട്ട്സ് ഇങ്ങനത്തെ നട്ടുകളൊക്കെയാണ്. അതിനകത്ത് ഫാറ്റാണ് കൂടുതലുള്ളത്. ഫാറ്റ് കുറവ്, അതേമാതിരി ഷുഗർ കൂടുതലുള്ള നട്ട്സാണ് കശുവണ്ടി, പിസ്ത, അതേമാതിരി നിലക്കടലൊക്കെ. അപ്പോൾ അത് കൺട്രോൾഡ് ആയിട്ട് കുറച്ചൊക്കെ കഴിക്കാം. കൂടുതൽ കഴിക്കാൻ പറ്റിയ നട്ട്സ് ബദാമും ആക്രോട്ടും മെക്കാഡമിയ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ബദാമും വാൾനട്ടും കൂടി ഞങ്ങൾക്കൊരു 100 ഗ്രാം വരെ കഴിക്കരുത് ദിവസം. കാഷ്യൂസ് പരമാവധി കുറക്കുക, ഏറ്റവും കൂടിയാൽ ഒരു 10 അതിൽ കൂടുതൽ കഴിക്കരുത്. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. വെർജിൻ ഒലിവ് ഓയിൽ ഇട്ടാണെങ്കിൽ നല്ല കമ്പനിൻ്റെ ഒക്കെ ആണെങ്കിൽ, തട്ടിപ്പില്ലാത്താണെങ്കിൽ അതായിരിക്കും നല്ലത്. മറ്റേതായാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് മറ്റേതായിരിക്കും, വെർജിൻ ആയിരിക്കും. ചിക്കനിൽ ഫാറ്റ് തീരെയില്ല, അതുകൊണ്ട് നമ്മളെ ഡയറ്റിൽ അത്ര കണ്ട് ഒരു അഡ്വൈസിബിൾ അല്ല. നമ്മൾ ബീഫും മട്ടനും മീനൊക്കെയാണ് കൂടുതൽ ഫാറ്റ് ഉള്ളത്, അത് പോയി കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇപ്പം ഗൾഫുകാരെ സംബന്ധിച്ചിടത്തോളം ചിക്കന് ഒരു പ്രധാനപ്പെട്ട ഭക്ഷണമാണെന്ന് എനിക്കറിയാം. അപ്പം പ്രത്യേകിച്ചും അത് ബ്രോസ്റ്റൊക്കെ അങ്ങനത്തെ രീതിയിലൊക്കെ കഴിക്കുന്നത് ഭയങ്കര അപകടമാണ്. കാരണം അത് മാർഗറിൻ എന്ന് പറഞ്ഞൊരു സാധനത്തിനകത്ത് ആണ് അവർ ഫ്രൈ ചെയ്യുന്നത്. ആ അപകടം ഭയങ്കര. മാർഗറിന്, ഡാൽഡ അതൊക്കെ നമുക്ക് ലിവറിനകത്ത് ഫാറ്റ് നിറയാൻ കാരണമാവും. അപ്പോൾ ആ രീതിയിലൊന്നും എന്തായാലും കഴിക്കരുത്. ഇനി അഥവാ ചിക്കനിൽ ആസച്ച് അത്രയധികം ഫാറ്റൊന്നുമില്ല. പിന്നെ പറഞ്ഞ മാതിരി അതിൻ്റെ ഫാമിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കുറേ ഹോർമോൺസ് മറിച്ച് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എന്തായാലും അതുണ്ടല്ലോ. അപ്പോൾ ഏതായാലും അത്ര പ്രിഫറബിൾ അല്ല ചിക്കൻ. നാടൻ കോഴി കിട്ടുകയാണെങ്കിൽ ഹെൽത്തിയാണ്. അത് തന്നെ നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെല്ലാം കളഞ്ഞിട്ട്, അതിൻ്റെ തൂവലെല്ലാം കളഞ്ഞിട്ട് തൊലി കളയാതെ അങ്ങനെ തന്നെ വേവിച്ചെടുക്കുകയാണെങ്കിൽ നെയ്യ് പോതെ കിട്ടുന്നത്, അത്രയും നെയ്യ് നമുക്ക് ഉപകാരപ്പെടും. അങ്ങനെ വേവിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, വടക്കേ ഇന്ത്യയിലൊക്കെ പൊതുവെ അങ്ങനെ ചെയ്യുക. കോഴിനെ ചുടുവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ, അറുത്ത കോഴിനെ നല്ല ചുടുവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തൂവലെല്ലാം ഇളകിപ്പോരും. അതിൻ്റെ പറിച്ചെടുത്തിട്ട് ആ തൊലിയോട് കൂടി വേവിക്കും. അപ്പോൾ അതിൻ്റെ നെയ്യൊക്കെ അതിൻ്റെ അകത്ത് തന്നെ കിടക്കും. ബോട്ടി നല്ലതാണ്, ബോട്ടി കഴിക്കാം. പിന്നെ മധുരമുള്ള പഴങ്ങൾ കഴിച്ചാലും രക്തത്തിനകത്ത് ഇൻസുലിൻ കൂടും, അപ്പോഴും കൊഴുപ്പ് നിക്ഷേപം കൂടും. അതൊന്ന് മധുരമുള്ള പഴങ്ങൾ, പ്രത്യേകിച്ചും നേന്ത്രപ്പഴം, മറ്റ് വാഴപ്പഴങ്ങൾ, വാഴപ്പഴമല്ലേ അങ്ങനെ മൈസൂർ പഴം പോകും, അങ്ങനത്തെ പഴങ്ങളെല്ലാം ഒഴിവാക്കണം. അതേമാതിരി മാങ്ങ, ചക്ക, ഇങ്ങനത്തെ മധുരമുള്ള എല്ലാ പഴങ്ങളും ഒഴിവാക്കണം. അതേപോലെ പഴങ്ങളുടെ പച്ചക്കുള്ള അവസ്ഥയിലും കഴിക്കരുത്. ചക്കയും കറുമൂസയും മാങ്ങയൊന്നും എല്ലാം ഒഴിവാക്കണം. അതേമാതിരി 4 ഗ്രേപ്പ് ഫ്രൂട്ടൊന്നും ഒരു ദിവസം എന്തായാലും ഇതിനകത്ത് കഴിക്കാൻ പാടില്ല. ഒരു ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ പകുതിയാണ് പരമാവധി ഒരു ദിവസത്തെ അലൗഡ്. അതിനെ നല്ലതല്ല എന്നുള്ളതാണ്. അവക്കോട മാത്രമേ അതിനകത്തൊരു അപ്രൂവ്ഡ് ഫ്രൂട്ടുള്ളൂ. മധുരമില്ലാത്ത പഴങ്ങൾ കഴിക്കുക. സ്ട്രോബെറി, പുളിയൊക്കെയുള്ള പഴങ്ങളുണ്ടല്ലോ, സ്ട്രോബെറി, അതേമാതിരി മറ്റേ ബട്ടർ ഫ്രൂട്ട്, അതൊക്കെ പഴങ്ങൾ, മധുരമില്ലാത്ത പഴങ്ങൾ കഴിക്കാം. മധുരമുള്ള പഴങ്ങൾ കംപ്ലീറ്റ് ഒഴിവാക്കണം. തേന് നല്ലതല്ല, ഫ്രക്ടോസാണ്, ഈ സമയത്ത് എന്തായാലും വേണ്ട. അതേമാതിരി സോയാബീൻ ഇതിനകത്ത് തീരെ അലൗഡ് അല്ല, കാരണം ഒമേഗ 6 ഫാറ്റി ആസിഡ് ധാരാളമുള്ളതാണ്. നമുക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും, നീർക്കെട്ടും ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സാധനം, അത് തീരെ ഒഴിവാക്കണം. വഴുതനങ്ങയൊക്കെ കഴിക്കുക, കുഴപ്പമില്ല. പച്ചക്കറികളൊക്കെ കഴിക്കാം. അതിനകത്ത് ഈ പറഞ്ഞ പയറുവർഗ്ഗങ്ങളും കടലവർഗ്ഗങ്ങളും കിഴങ്ങുകളും ഒഴിവാക്കിയാൽ മതി. തേങ്ങ നല്ലതാണ്, എത്രയും കഴിക്കുക, കുഴപ്പമില്ല. ഇളനീർ വെള്ളം ഒഴിവാക്കണം, അതിന് ഗ്ലൂക്കോസ് കൂടുതലാണ്. തേങ്ങ തിന്നത് നല്ലതാണ്, ഫാറ്റ് കൂടുതലാണ്, നമ്മളെ ഡയറ്റ് യോജിച്ച സാധനമാണ്, എത്ര വേണമെങ്കിലും കഴിക്കാം. കിഴങ്ങ് വർഗ്ഗങ്ങളെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. കിഴങ്ങ് വർഗ്ഗങ്ങളിൽ മിക്കതിലും ഈ സ്റ്റാർച്ച് സ്റ്റോർ ചെയ്യുന്നത് കിഴങ്ങുകളിലാണ്. കപ്പയായാലും ഉരുളക്കിഴങ്ങായാലും അതേമാതിരി ബീറ്റ്റൂട്ടിലൊക്കെ. ആ സമയത്ത് ഇഞ്ചിയിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇഞ്ചിയിൽ അത്ര അധികം കാർബോഹൈഡ്രേറ്റ് ഒന്നുമില്ല, അതുകൊണ്ട് അത് കഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇഞ്ചി, മഞ്ഞളൊക്കെ മണ്ണിൻ്റെ അടി ഉണ്ടാകുന്നതാണ്, പക്ഷേ അതിലൊന്നും അധികം അതിന് മാത്രം കാർബോഹൈഡ്രേറ്റ് ഇല്ല നമുക്ക് അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ. മാത്രമല്ല ഇഞ്ചിക്കൊക്കെ അല്ലാത്ത ചില ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളതായിട്ട് നമുക്ക് അറിയുകയും ചെയ്യാമല്ലോ. അപ്പോൾ അത് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അങ്ങനത്തെ സ്പൈസസ് ഒക്കെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം, അതൊക്കെ ഒരർത്ഥത്തിൽ നല്ലതുമാണ്. മിക്കവാറും ഈ കറുവപ്പട്ടയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ പൊതുവെ ഷുഗർ കുറക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും ഒരു കുഴപ്പമില്ല, അതൊക്കെ ഉപയോഗിക്കാം. മുളക്, ഉപ്പ്, മഞ്ഞൾ, കറുവപ്പട്ട, കറാമ്പൂ, എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാനൊന്നും കുഴപ്പമില്ല. ഈ ഉരുളക്കിഴങ്ങ് ഒക്കെ കൊണ്ട് ഒഴിവാക്കിയാൽ മതി, അത് നല്ലതല്ല. അല്ലാത്ത മസാലകൾ, പൊടികളൊക്കെ ധാരാളം ഉപയോഗിക്കാനും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട്, അല്ല, ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതി. ധാരാളം എന്ന് വാക്ക് തെറ്റിപ്പോയതാണ്. സാധാരണ ടേസ്റ്റിന് ആവശ്യമുള്ളത്ര ഉപയോഗിക്കാനും കുഴപ്പമൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. വലിയ ഉള്ളിയും ക്യാരറ്റും ഒക്കെ പൊതുവെ LCHF അത്ര
പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതല്ല, എങ്കിലും ചെറിയ അളവിലൊക്കെ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ബീൻസ് പറയുമ്പോൾ ചെറുപയർ, വൻപയർ ഇങ്ങനത്തെ, അതേമാതിരി പച്ചപ്പയർ ഇങ്ങനത്തെ പയർ ഐറ്റങ്ങളും, അതേമാതിരി കിഴങ്ങുകളും ഒഴിവാക്കി ബാക്കി എന്തും കഴിക്കാം, ഒരു കുഴപ്പമില്ല. ഓരോന്നും ഇങ്ങനെ എടുത്ത് ചോദിക്കണ്ട, മൊത്തത്തിൽ പറഞ്ഞാണ്. പച്ചക്കറികൾ കഴിക്കുന്നതിന് കുഴപ്പമില്ല, ഇതിനകത്തുനിന്ന് കിഴങ്ങ് വർഗ്ഗങ്ങളും പയറുവർഗ്ഗങ്ങളും ഒഴിവാക്കിയാൽ മതി. അച്ചാറിനൊന്നും കുഴപ്പമില്ല, ഒക്കെ കഴിച്ചോളി, ഒക്കെ നല്ലതാണ്. പാലിൽ ലാക്ടോസ് എന്ന് പറഞ്ഞൊരു കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അത് പാല് കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂടും. അതിനടുത്തോളം ഒഴിവാക്കാൻ നല്ലത്. ചായയിലൊക്കെ ലേശം ഒഴിച്ച് കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. ഗ്ലാസ് കണക്കിനൊക്കെ ഡെയിലി കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂടുള്ളൂ. ഇനി അഥവാ പാൽ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ കൊഴുപ്പ് കളയാത്ത പാൽ ഉപയോഗിക്കണം. ഫുൾ ഫാറ്റ് മിൽക്ക് എന്നാൽ ബട്ടറും നെയ്യൊക്കെ എടുത്ത് ഒഴിവാക്കിയ പോലെ എന്തായാലും ഉപയോഗിക്കരുത്. അതുകൊണ്ട് ഉപദ്രവം മാത്രമേ ഉള്ളൂ, ഗുണമൊന്നുമില്ല. മറ്റേതിനകത്ത് കുറച്ച് ഫാറ്റ് ഉണ്ടാവുന്നില്ലൊരു മെച്ചെങ്കിലും ഉണ്ട്. എന്നാലും കൂടുതൽ കഴിക്കാക്കാൻ നല്ലത്. ഈ ചീസിൻ്റെ കാര്യത്തിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. അതിനകത്ത് നമുക്ക് ഏറ്റവും നല്ല ചീസ് നമുക്ക് കോട്ടേജ് ചീസ് അല്ലെങ്കിൽ പനീർ എന്ന് പറഞ്ഞ സാധനമാണ്. അതേമാതിരി പിന്നീട് ഉപയോഗിക്കാൻ പറ്റിയ ചെഡ്ഡാർ ചീസാണ്. അത് കെമിക്കൽസ് ഒന്നും ഇല്ലാതെ പ്രോസസ്സ് ചെയ്തതാണ്. പിന്നെ ബാക്കിയുള്ള മൊസറോള, അതേമാതിരി മറ്റേ ഫെറ്റ ചീസൊന്നും കുഴപ്പമില്ല, ഉപയോഗിക്കാവുന്നതാണ്. ഉപയോഗിക്കാൻ പറ്റാത്ത ചീസ് തന്നെ ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ളതാണ്. അതിനകത്ത് വേറെ പലതൊക്കെ ചേർത്തിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതുണ്ടാവും. അങ്ങനത്തെ ഒക്കെ സ്പ്രെഡബിൾ ചീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് അതൊന്നും അത്ര നല്ലതല്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം നമുക്ക്. കോട്ടേജ് ചീസ്, അതേമാതിരി ചെഡ്ഡാർ, ഫെറ്റ, മൊസറോള ഇതൊക്കെ കഴിക്കാനൊന്നും കുഴപ്പമില്ല. ഇതൊരു ചുരുങ്ങിയതൊരു 2000-3000 കൊല്ലം മുമ്പ് മുതൽ ജനങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് കാപ്പി എന്ന് പറഞ്ഞാൽ. ഇതുവരെ അങ്ങനെ കാര്യമായ കുഴപ്പമൊന്നും ആർക്കും ഉണ്ടായിട്ടായിട്ട് അറിയില്ല. അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. പക്ഷെ കാപ്പിപ്പൊടി സെലക്ട് ചെയ്യുമ്പോൾ നല്ലത് നോക്കിയെടുക്കണം. ചിക്കറി ഇല്ലാത്ത കാപ്പി എടുക്കണം. കുറച്ച് വില കൂടിയതായാലും നല്ല കമ്പനീൻ്റെ, ഈ നെസ്കഫെ ക്ലാസിക് മാതിരി ആ ലെവലിലുള്ള കാപ്പിപ്പൊടിയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ കാപ്പിക്കുരു തന്നെ റോസ്റ്റ് ചെയ്ത് പൊടിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ നിന്ന് വാങ്ങിക്കുക. ശുദ്ധമായ കാപ്പിയാണെങ്കിൽ അതിന് വലിയ ഹാർട്ട് ഇഷ്യൂസ് ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ പലരും ഇങ്ങനെ പറയും ചായ കുടിക്കരുത്, കാപ്പി കുടിക്കരുത് എന്നൊക്കെ പറയാമെന്നല്ലാതെ അതിനൊന്നും ഒരു ശാസ്ത്രീയ അടിസ്ഥാനമൊന്നുമില്ല. കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ദിവസത്തിൽ 4-5 കപ്പ് കാപ്പി കുടിച്ചുകൊണ്ട് ഗുണമില്ലാതെ ദോഷമൊന്നും ഇതുവരെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാഫിയിൽ ചേർക്കാൻ അൺസാൾട്ടഡ്, ബാക്കിയുള്ള ആവശ്യത്തിനൊക്കെ സാൾട്ടഡ് ഉപയോഗിക്കാം. ഇത് രണ്ടും ഉപയോഗിക്കാം. ബട്ടർ ഉപയോഗിക്കാം. ബട്ടറിന് ഉണ്ടാക്കുന്ന തന്നെയാണ് നെയ്യ് എന്ന്. ബട്ടർ ഒരിക്കലും നെയ്യായി. രണ്ടായാലും കുഴപ്പമില്ല. പക്ഷെ കാപ്പിയിലൊക്കെ ഇടാൻ ടേസ്റ്റ് ഉണ്ടായ ബട്ടറാണെന്നാണ് എൻ്റെ അനുഭവം. നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കഴിക്കാം, ഏതായാലും കുഴപ്പമില്ല. രണ്ടായാലും ഓക്കെ. അങ്ങനെ ഭക്ഷണത്തിന് പ്രത്യേകിച്ച് ഷെഡ്യൂളൊന്നുമില്ല. വിശക്കുന്ന നേരത്ത് ഭക്ഷണം കഴിക്കുക, കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത കഴിക്കാത്തേ ഉള്ളൂ. എന്ത് വേണമെങ്കിലും കഴിക്കുക. രാവിലെ ബീഫ് ഫ്രൈ കഴിക്കുക, ഉച്ചക്ക് ബട്ടർ കോഫി കഴിക്കാനൊന്നും പ്രശ്നമില്ല. LCHF ഡയറ്റിൽ ജലാംശം കുറയും ശരീരത്തിൽ. വെള്ളം കൂടുതൽ കുടിക്കണം. ഒരു 3-3.5 ലിറ്റർ വെള്ളമൊക്കെ പല വകയായിട്ട് ദിവസവും കുടിക്കണം. കാപ്പിയോ ചായയോ സൂപ്പോ പച്ചവെള്ളമോ എങ്ങനെയായാലും കുഴപ്പമില്ല. ധാരാളം വെള്ളം കുടിക്കണം. പിന്നെ ഇലക്കറികളൊക്കെ കഴിക്കുക. പിന്നെ രാവിലത്തെ ബട്ടർ കോഫിയിൽ ഒരു 20 ഗ്രാമെങ്കിലും ബട്ടർ ആഡ് ചെയ്യുക. ഇങ്ങനെ കഴിഞ്ഞാൽ മോശം സാധാരണ അതിൽ സുഖമായി വരും. ആദ്യത്തെ ചിലപ്പോൾ 1-2 ദിവസം ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ അത് അങ്ങോട്ട് ശീലമായി വരും. അതുകൊണ്ട് ശരിയായിക്കോളും. ബട്ടർ കോഫി നല്ലൊരു പർജറ്റീവാണ്. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് ശരിക്കും നല്ല മോശം കിട്ടും. രാവിലെ എണീറ്റ് ഉടനെ നല്ല കട്ടൻ കാപ്പിയിൽ ഒരു 20 ഗ്രാമോ 15-20 ഗ്രാം ബട്ടർ ചേർക്കണം. ഉപ്പില്ലാത്ത ബട്ടർ നല്ല മിക്സ് ചെയ്ത് കുടിച്ച് കഴിഞ്ഞാൽ എനിക്കൊക്കെ ഒരു അരമണിക്കൂർ കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് ഒരു മോശം കിട്ടാറുണ്ട്. അതോടുകൂടി ക്ലിയർ ആവലുണ്ട്. അപ്പോൾ ഓരോന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി കുറേ ഇലക്കറികളൊക്കെ രാത്രി കഴിക്കുകയാണെങ്കിൽ പാലക്ക, ചീര അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പച്ചക്കറികൾ, വെജിറ്റബിൾസും ഇലക്കറികളൊക്കെ കഴിക്കുക. വെള്ളം ധാരാളം കുടിക്കുക. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ചെറിയൊരു പ്രയാസം ഉണ്ടാകലുണ്ട് തുടക്കത്തിൽ. പിന്നെ അതങ്ങനെയുണ്ട് അഡാപ്റ്റഡായി വരും. ശരി, തുടക്കത്തിലേ ഉണ്ടാവുള്ളൂ. LCHF ഡയറ്റിൽ അങ്ങനെ ഡെയിലി ഇറച്ചി മീൻ കഴിക്കണം എന്നൊന്നും എവിടെയും പറയുന്നില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാകരുതെന്നേ പറയുന്നുള്ളൂ. അപ്പോൾ പകരം ഊർജ്ജത്തിന് നമ്മൾ ഫാറ്റ് കഴിക്കണം. പിന്നെ ഒരു 75 ഗ്രാം പ്രോട്ടീൻ നമുക്ക് ദിവസം ആവശ്യമുണ്ട്. അത് ഇറച്ചിയോ മീനോ മുട്ടയോ എന്ത് വേണമെങ്കിലും ആക്കാം. അല്ലെങ്കിൽ മറ്റേ ചീസ് ഇങ്ങനത്തേലൊക്കെ കുറച്ച് പ്രോട്ടീൻ ഉണ്ട്. ഒരു ശരീരത്തിൻ്റെ ഭാരം അനുസരിച്ച് 1 കിലോഗ്രാം ശരീരഭാരത്തിന് 1 ഗ്രാം വെച്ചിട്ട് പ്രോട്ടീൻ ഏകദേശം ഒരു 60-80 അടിയിൽ ഗ്രാം പ്രോട്ടീൻ നമുക്ക് ആവശ്യമാണ് ഡെയിലി. അത് ഒരു ദിവസം ലേശം കുറഞ്ഞ് നേരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പിറ്റേന്ന് അത് ശരിയായിക്കോളും.
അതേസമയത്ത് ഫാറ്റ് നമുക്ക് കൂടുതൽ വേണം. ഒരു 200 ഗ്രാം വരെ ഫാറ്റ് ഒരു ദിവസം നമുക്ക് വേണ്ടി വരും. എല്ലാവരും 200 ഗ്രാം കഴിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അത് നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യം പോലെ. ചിലർക്ക് വയറിലൊക്കെ കൂടുതൽ കൊഴുപ്പൊക്കെ ഡെപ്പോസിറ്റുള്ളവർക്ക് അത്രയൊന്നും വേണ്ടി വരില്ല. കുറച്ച് കഴിച്ചാൽ തന്നെ ബാക്കി അവർ ശരീരത്തിൽ ഡെപ്പോസിറ്റുള്ള ഫാറ്റ് ഉപയോഗിക്കും. അപ്പോൾ ഇതൊന്നും തന്നെ നിർബന്ധമായിട്ട് ഒരു ദിവസം എത്ര കഴിക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, വിശപ്പുണ്ടെങ്കിൽ കഴിക്കാം. ശരീരത്തിന് റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ, അത്രയും വേണമെന്ന് ശരീരം നമ്മളോട് പറയും. പോരാന്നുണ്ടെങ്കിൽ, വിശപ്പ് നന്നായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് കുറവുണ്ടെന്ന്. അപ്പോൾ ആ സമയത്ത് അതിനനുസരിച്ച് കഴിച്ചാൽ മതി. ഒരു മാക്സിമം ലിമിറ്റാണ് ഈ പറഞ്ഞതൊക്കെ. 200 ഗ്രാമിൽ കൂടുതൽ ഫാറ്റ് ഒരു ദിവസം കഴിക്കരുത്. 75 ഗ്രാമിൽ പ്രോട്ടീൻ അധികം കഴിക്കരുത്. 20 ഗ്രാം കൂടുതൽ കാർബോഹൈഡ്രേറ്റും കഴിക്കരുത്. എല്ലാം ടോപ്പ്, അതിൻ്റെ ഹയർ ലിമിറ്റാണ് പറഞ്ഞത്. കുറക്കാൻ നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് കഴിച്ചാൽ മതി. വിശക്കുന്ന സമയത്ത്, നല്ല വിശപ്പുള്ളപ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക. ഈ പറഞ്ഞ സാധനമൊക്കെ ആണെങ്കിലും വിശപ്പുണ്ടാകുമ്പോഴേ കഴിക്കാൻ പാടുള്ളൂ, വെറുതെ കഴിക്കരുത്. ഇത്തരം ചോദ്യങ്ങൾ കുറേ അതിനകത്ത് വരുന്നുണ്ട്. ഇതൊന്നും ശരിക്കും പറയുകയാണെങ്കിൽ LCHF ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത കാര്യങ്ങളാണ്. ഈ ചണവിത്ത്, എന്തേലും പറയാം, ഫ്ലാക്സ് സീഡ്, ചിയാ സീഡ്, ഇന്ദുപ്പ്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ കാണാം. ഇതൊന്നൊരു അനിവാര്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമല്ല. നമ്മളെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റാണ്. അതായത് അന്നജങ്ങൾ പരമാവധി ഒഴിവാക്കുക, ശുദ്ധമായ നാച്ചുറലായിട്ടുള്ള ഫാറ്റ് കൂടുതൽ കഴിക്കുക. എത്രയും ചെയ്താൽ ഈ ഡയറ്റ് കംപ്ലീറ്റ് ആയി. ഇതിനകത്ത് പിന്നെ അത് വേണോ മറ്റത് വേണോ കുറച്ച് അങ്ങനെയൊന്നും ആലോചിച്ച് പോകണ്ട. അതൊന്നും അത്യാവശ്യമുള്ള കാര്യങ്ങളല്ല. അതൊന്നും ഒഴിവാക്കിയാലും ഡയറ്റിനെ ബാധിക്കില്ല. ഫ്ലാക്സ് സീഡ് തിന്നണമെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്തേലും പറയാം, ഇപ്പം എന്തോന്ന് പറഞ്ഞല്ലോ, അതൊന്നും ഇപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് ബേജാറാണ്ട്. ഇന്ദുപ്പ് തിന്നാൻ വേണ്ടിയാണ്ട് വാങ്ങിയെടുക്കൊന്നും വേണ്ട. സാധാരണ കറിയുപ്പ് പറയുമ്പോൾ നമ്മളെ പൊടി ഉപ്പിനാണോ ഒന്നും കൂടി നല്ലത് നാച്ചുറലായിട്ടുള്ള കല്ലുപ്പാണ് മാത്രം. അതിൽ ഈ പൊടി ഉപ്പിനകത്ത് ഒരുപാട് കെമിക്കൽസൊക്കെ ഒരുപാട് ചേർക്കുന്നുണ്ട്, അതിൻ്റെ ആ പൊടിയൊക്കെ നിലക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ശരീരത്തിന് അത്ര നല്ലതല്ല. അപ്പോൾ നാച്ചുറലായിട്ട് എടുത്ത് പഴയ കല്ലുപ്പ് കിട്ടുമെങ്കിൽ അത് മതി. വേറെ ഉപ്പിൻ്റെ ഒന്നും പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. അതേമാതിരി ചണവിത്ത്, ജിയാസീഡ് മറ്റേ കഴിക്കുന്നതുകൊണ്ട് കുറച്ച് കഴിച്ച് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല എന്നുള്ളൂ. പക്ഷെ അതൊരു ഇതിൻ്റെ ഒരു അനിവാര്യ സംഗതി എന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കൊന്നും വേണ്ട. അങ്ങനെയൊന്നുമില്ല, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എൻ്റെയൊക്കെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ വളരെ നോർമലായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബട്ടർ, പിന്നെ വെളിച്ചെണ്ണ, ബീഫ്, മുട്ട, മീൻ, എന്തെങ്കിലും പച്ചക്കറികൾ, ഇതിലൊക്കെ ഒതുങ്ങിക്കുന്നതാണ്. നട്ട്സൊക്കെ കഴിക്കാം. അങ്ങനെ തന്നെ ഡയറ്റ് ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാം. ബാക്കിയുള്ള വളരെ റയറായിട്ടുള്ള അങ്ങാടിയിലൊന്നും സ്ഥിരം കിട്ടാത്ത സാധനങ്ങളൊന്നും അന്വേഷിച്ച് ആരും ബേജാറായി നടക്കണ്ട. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഇതിനകത്ത്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. നമ്മൾ LCHF എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ് മനസ്സിലാക്കേണ്ടത്. ഭക്ഷണങ്ങളിലെ കാർബോഹൈഡ്രേറ്റ്, അന്നജങ്ങൾ പരമാവധി ഒഴിവാക്കുക, നല്ല ഫാറ്റ് കൂടുതൽ കഴിക്കുക, അത്രേ ഉള്ളൂ. അല്ല, LCHFൻ്റെ ഡയറ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിൽ മാറ്റമൊന്നുമില്ല, അത് എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ഒരു ഡയറ്റ് വേണോ വേണ്ടെന്നില്ല, നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഡയറ്റ് ചെയ്യുമ്പോൾ മധുരം പറ്റൂല, ബട്ടർ കഴിക്കണം, അങ്ങനെയൊക്കെ തന്നെ അതിൻ്റെ നിയമം. പേടിച്ചുകൊണ്ട് ചെയ്യേണ്ട ഡയറ്റ് അല്ല ഇത്. ശരിക്കും പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്താൽ മതി. സ്വന്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കി ബോധ്യപ്പെട്ടിട്ടല്ലാതെ ഒരു കുട്ടി ഈ ഡയറ്റക്ക് വരരുത്. അവനാന് ബോധ്യപ്പെട്ടാൽ മാത്രം ചെയ്യുക. അങ്ങനെയൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല.